ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 535/2023. വകുപ്പ് വിവിധം. ഉദ്യോഗപ്പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്. ശമ്പളം 23,000 മുതൽ 50,200 വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ 14 ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാ ജില്ലകളിലേക്കും ഒഴിവുണ്ട്. ഈ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അപ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഇതേ ജില്ലയിലേക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കും പ്രസ്തുത ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. ജില്ലയുടെ പേര് അപേക്ഷയുടെ നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിന് വിപരീതമായി ഒരു ഉദ്യോഗാർത്ഥി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായോ തന്നിമിത്തം തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായതായോ തെളിഞ്ഞാൽ പ്രസ്തുത അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതും അവരുടെ മേൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. അടുത്തതായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് തസ്തികകളുടെ ഒഴിവുകൾ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും പരിഗണിക്കപ്പെടുന്നതല്ല. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 36-നും മധ്യേ. 2/1/1987-നും 1/1/2005-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ്. നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്ന മറ്റു പിന്നോക്ക ജാതിക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടുള്ളതല്ല. യോഗ്യതകൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും അപേക്ഷിക്കാം. എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ പ്രകാരം ഏതെങ്കിലും ബിരുദം നേടിയവർ അപേക്ഷിക്കാൻ പാടില്ല. ഇതിന് വിപരീതമായി ബിരുദം നേടിയിട്ടുള്ളത് മറച്ചു വെച്ച് അപേക്ഷ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായോ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയായിട്ടുള്ളതായോ തെളിഞ്ഞാൽ പ്രസ്തുത അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതും ഇയാളുടെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അവർക്കെതിരെ തിരഞ്ഞെടുപ്പിലെ ഏത് ഘട്ടത്തിലും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വാച്ച്മാൻ, ക്ലീനർ കം കണ്ടക്ടർ, ലാസ്കർ, ഗാർഡ്, ഗേറ്റ് കീപ്പർ ഈ തസ്തികകളിലൊന്നും വനിതാ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതല്ല. പ്രൊബേഷൻ. ഏതൊരു കാറ്റഗറിയിലും നിയമനം ലഭിക്കുന്നയാൾ പ്രസ്തുത തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 1 വർഷം പ്രൊബേഷനിലായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി ഓൺ ടൈം രജിസ്ട്രേഷൻ നടത്തി
രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17/1/2024 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. 17/1/2024 അപേക്ഷ നൽകേണ്ട അവസാന തീയതി.